വെൽക്കം ടു ടെക് പി എസ് സി. സോ ഇന്ന് നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ മൂന്നാമത്തെ സെഷനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ രണ്ട് സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വളരെ ബേസിക്കിൽ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. എന്താണ് കറണ്ട് എന്താണെന്നും വോൾട്ടേജ് എന്താണെന്നും അതുപോലെ ഇത് തമ്മിലുള്ള റിലേഷന്, ഓംസ് ലോ, പിന്നെ അതുപോലെ എന്താണ് റെസിസ്റ്റൻസ്, ഓംസ് ലോ പറഞ്ഞിട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ കറണ്ട് ഒഴുകുന്നതിനുള്ള തടസ്സമാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മളതൊരു സർക്യൂട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കറണ്ട് ഒഴുകുന്ന കാര്യമാണ് പറഞ്ഞത്. ഒഴുകണമെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഒഴുകാനായിട്ടൊരു പാത വേണമല്ലോ. ഇപ്പോൾ എന്തിനാണെങ്കിലും ഒരു വഴി വേണം ഈ ഒഴുകി പോകാനായിട്ട്. കറണ്ടിനാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും ശരി, ഒരു പാത ആവശ്യമാണ്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനകത്ത് പല എലമെന്റ്സും കാണാം. അതായത് നമുക്ക് ഈ കറണ്ട് ഒഴുകാനായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ നമ്മുടെ കറണ്ട് ഒഴുകുക. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, അതായത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് എലമെന്റ്സും ഉണ്ട്. ഈ ഫ്ലോയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്ന എലമെന്റ്സും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളൊരു സർക്യൂട്ടിന്റെ കാര്യത്തിലേക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മെയിനായിട്ട് നമ്മുടെ സർക്യൂട്ട് എലമെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ സർക്യൂട്ട് എലമെന്റ്സിൽ തന്നെ പല സബ് ഡിവിഷൻസ് ഉണ്ട്. അതിലൊരു പോർഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ സർക്യൂട്ട് എലമെന്റ്സിൽ പറയുന്നത് എന്താണ്, രണ്ട് ടൈപ്പായിട്ടുള്ള എലമെന്റ്സ് പറയുന്നുണ്ട്. ഒന്ന് ആക്റ്റീവ് വരുന്നുണ്ട്, രണ്ടാമത്തത് പാസീവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേര് തന്നെ ഉണ്ട്, എന്തോ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഒരു എലമെന്റ് ആണ്, ആക്റ്റീവായിട്ടുള്ള കാര്യം ചെയ്യുന്നൊരു എലമെന്റ് ആണ്. സോ പൊതുവെ ആക്റ്റീവായിട്ടുള്ള ഒരു ആള് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു, എന്തെങ്കിലും ഒരു വർത്ത് വൈൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള ഒരാളാണ് നമ്മൾ പറയാം. സോ ഇവിടെയും അത് തന്നെയാണ്. കറണ്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിന്റെ കാര്യത്തിൽ പറയുമ്പോൾ, ഓക്കെ, ഒരു സർക്യൂട്ടിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു വർത്ത് വൈൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഒരു എനർജി കൊടുക്കുകയോ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും എപ്പോഴും ഒരു കറണ്ടിനെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിനെ സംബന്ധിച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ, നമ്മൾ പൊതുവെ ഈ സോഴ്സസ് പറയും, വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ് എന്നൊക്കെ പറഞ്ഞ പലതരം സോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ സോഴ്സിനെയാണ് നമ്മൾ എപ്പോഴും ആക്റ്റീവ് എലമെന്റ്സ് എന്നുള്ള രീതിയിൽ പറയുക. അതായത് ഒരു എനർജി ജനറേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുക. അതുപോലെ തന്നെ ഈ കൊടുക്കുന്ന എനർജി കൺസ്യൂം ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാസീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുകയോ ചെയ്യുന്ന എലമെന്റ്സിനെ നമ്മൾ പാസീവ് എലമെന്റ്സ് എന്ന് പറയും. സോ ഈ ആക്റ്റീവ് എലമെന്റ്സിൽ നമ്മൾ സോഴ്സസിന്റെ കാര്യം പറഞ്ഞതുപോലെ പാസീവ് എലമെന്റ്സിൽ ഈ കൺസ്യൂം ചെയ്യുന്ന എലമെന്റ്സ് ആണ് വരിക. അപ്പൊ ഈ കൺസ്യൂം ചെയ്യുന്ന എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റെസിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഒരു അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്ലോ, കറണ്ടിന്റെ ഒരു ഫ്ലോ നടക്കുമ്പോഴത്തേക്കും ഒരു ഒപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്ന ഒരു എലമെന്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ അതൊരു പാസീവ് എലമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു എനർജി, നമുക്ക് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കുന്ന ഒരു എലമെന്റ് ആണത്. സോ അപ്പോൾ അതിന് എന്താ, നമുക്ക് ഒരു പാസീവ് എലമെന്റ് എന്ന് പറയാം. ഇതുപോലെ തന്നെ നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്ന ഇൻഡക്ടൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് എന്നൊക്കെ പറയുന്ന എലമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അത് ആ പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്ന എലമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഇൻഡക്ടൻസ് എന്ന് നമ്മൾ ഇനി വരും ക്ലാസ്സുകൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യമുണ്ട്. അപ്പോൾ ആ ഇൻഡക്ടൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന എലമെന്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്ടർ. അതുപോലെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എലമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാക്ട് പ്രോപ്പർട്ടി എന്നുള്ള പറയുന്നില്ല, റെസിസ്റ്റൻസ് പോലെ എക്സാക്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നില്ല. രണ്ട് രീതിയിൽ അത് സ്റ്റോറിംഗ് ആണ് നടത്തുന്നത്. ഇപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് ചെയ്യുന്നത് കൺസംഷൻ ആണ് എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസും അല്ലെങ്കിൽ കപ്പാസിറ്ററും ഇൻഡക്ടറും ചെയ്യുന്നത് എന്താണ്, അത് സ്റ്റോറിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എലമെന്റ്സിൽ പറയുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നത് ആക്റ്റീവ് എലമെന്റ്സ് ആണ്, പാസീവ് എലമെന്റ്സ് അല്ല. പാസീവ് എലമെന്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.
ഇന്ന് നമ്മൾ ആക്റ്റീവ് എലമെന്റ്സ് ആണ് കൂടുതൽ കവർ ചെയ്യുക. സോ ഇപ്പോൾ ആക്റ്റീവ് എലമെന്റ്സിൽ നമ്മൾ പറഞ്ഞു സോഴ്സസ് ആണ് എന്നുള്ളത്. ആ സോഴ്സസിനെ തന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് എന്നും ഡിപ്പെൻഡന്റ് എന്നും പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ പേര് തന്നെ ഉണ്ട്, എന്തിനെയോ ബേസ് ചെയ്തിരിക്കുന്നതിന് ഡിപ്പെൻഡന്റ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ എന്തിനെങ്കിലും ആശ്രയിച്ചിരിക്കുന്നതിന് നമ്മൾ ഡിപ്പെൻഡന്റ് എന്ന് പറയും. അതുപോലെ ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ ഒന്നിനെയും ആശ്രയിക്കാത്ത എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. സോ പേര് തന്നെ എല്ലാം ഉണ്ട്. എന്നാലൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് എന്താണ് എന്നുള്ളത് പറയാം, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസും ഞാൻ ക്ലാസ്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ വരുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഇതേ ഡിപ്പെൻഡന്റ് ഇൻഡിപെൻഡന്റ് സോഴ്സസിന്റെ കാര്യത്തിൽ തന്നെ ഇൻഡിപെൻഡന്റ് സോഴ്സിന്റെ കാര്യം പറയും. നമ്മൾ കൂടുതൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് സോഴ്സ് വെച്ചിട്ടാണ്, നമുക്ക് അതിന്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പോഴത്തെ ക്ലാസ്സിൽ. അപ്പോൾ അതിൽ ഇൻഡിപെൻഡന്റ് സോഴ്സസിന്റെ സബ് ഡിവിഷൻ ആയിട്ട്, അതായത് കറണ്ടും വോൾട്ടേജും സോഴ്സ് ആണ്, അതിന്റെ തന്നെ ഐഡിയൽ, പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിലുള്ള കുറച്ച് സബ് ക്ലാസിഫിക്കേഷൻ കൂടെ നമ്മൾ പറയും. അത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സൈൻ കൺവെൻഷൻ ആണ്. അതായത് നമ്മളൊരു സർക്യൂട്ടിൽ എങ്ങനെ ഒരു സോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സൈൻ കൺവെൻഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ നമ്മൾ പൊളാരിറ്റി പറയും, പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൊളാരിറ്റി പറയും. അത് മെൻഷൻ ചെയ്യുന്നതാണ് സൈൻ കൺവെൻഷനിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. അതായത് ഇപ്പോൾ നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് കറണ്ട് സോഴ്സ് ആക്കാം, ഒരു കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ നമുക്ക് വോൾട്ടേജ് സോഴ്സിലേക്ക് മാറ്റാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രാൻസ്ഫോർമേഷനിൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് വോൾട്ടേജ് ഡിവിഷൻ റൂളും കറണ്ട് ഡിവിഷൻ റൂളുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ആക്റ്റീവ് എലമെന്റ്സ്, പാസീവ് എലമെന്റ്സ്. നമ്മുടെ സർക്യൂട്ട് എലമെന്റ്സിനകത്ത് ആക്റ്റീവ് എലമെന്റ്സ്, പാസീവ് എലമെന്റ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ആക്റ്റീവ് എലമെന്റ്സ് എന്താണെന്നുള്ളത്, ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ ഞാൻ പറയാം. ദ എലമെന്റ്സ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിക്കൽ എനർജി എന്നുള്ളതിനെയാണ് നമ്മൾ ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, സോ എലമെന്റ്സ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിക്കൽ എനർജി, അതായത് നമുക്കൊരു ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന എലമെന്റ്സിന് പറയുന്ന പേരാണ് ആക്റ്റീവ് എലമെന്റ്സ്. ഓക്കെ, ഇനി അടുത്തെന്താ, ദ സോഴ്സസ് ഓഫ് എനർജി മോസ്റ്റ്ലി കാറ്റഗറൈസ്ഡ് ആസ് വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറന്റ് സോഴ്സ്. ഓക്കെ, അതായത് സോഴ്സസ് ഓഫ് എനർജി മോസ്റ്റ്ലി കാറ്റഗറൈസ്ഡ് ആസ് വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറന്റ് സോഴ്സ്. അപ്പൊ ഈ ആക്റ്റീവ് എലമെന്റ്സിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്, ഈ നമ്മുടെ എനർജി സോഴ്സസ്, നമ്മൾ എപ്പോഴും പറയുന്ന എനർജി സോഴ്സസ്, അതായത് വോൾട്ടേജ് സോഴ്സ് എന്നും കറന്റ് സോഴ്സ് എന്നും നമ്മൾ വിളിക്കുന്ന എനർജി സോഴ്സസ് ആണ് എപ്പോഴും ആക്റ്റീവ് എലമെന്റ്സിന്റെ കീഴിൽ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്റ്റീവ് എലമെന്റ്സിന് കീഴിൽ വരുന്നത്. ഓക്കെ, അടുത്തത് പാസീവ് എലമെന്റ്സ്. പാസീവ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എലമെന്റ്സ് വിച്ച് കൺസ്യൂം ഓർ സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്ന എലമെന്റ്സിന് പറയുന്ന, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാസീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. സ്റ്റോർ മാത്രമല്ല, കൺസ്യൂമും. ഓക്കെ, കൺസ്യൂം ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതിനും അങ്ങനെയുള്ള എലമെന്റ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പാസീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇങ്ങനെയുള്ള എലമെന്റ്സ്. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഈ എലമെന്റ്സ് ഒക്കെയാണ് നമ്മുടെ പാസീവ് എലമെന്റ്സിന്റെ കീഴിൽ വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ആക്റ്റീവ്, പാസീവ്, പേര് തന്നെ ഉണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ളത് എന്താണ്, എനർജി കൊടുക്കുന്നത്. ഓക്കെ, എനർജി ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന എലമെന്റ്സിനെ അല്ലെങ്കിൽ അങ്ങനത്തെ സോഴ്സസിനെ വിളിക്കുന്നതാണ് ആക്റ്റീവ് എലമെന്റ്സ് എന്നും. അതുപോലെ പാസീവ് എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കൊടുക്കുന്ന എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന അതല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എലമെന്റ്സിന് വിളിക്കുന്ന പേരാണ് പാസീവ് എലമെന്റ്സ്. ഓക്കെ, സോ അടുത്തതിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് സോഴ്സസ്. നമ്മൾ സോഴ്സ് എന്ന് പറഞ്ഞു, അതിന്റെ ടൈപ്സ് ആണ്. 2 ടൈപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡിപെൻഡന്റ് എന്ന് നമ്മൾ പറയും, ഡിപ്പെൻഡന്റ് എന്ന് പറയും. ഓക്കെ, ഇൻഡിപെൻഡന്റ് സോഴ്സസും ഉണ്ട്, ഡിപ്പെൻഡന്റ് സോഴ്സസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്താണെന്ന് നോക്കാം. The sources that generate power where voltage and current of the respective sources do not depend on any other parameter. Okay, sources that generate power where voltage and current of the respective sources do not depend on any other parameter. മറ്റൊരു പാരാമീറ്ററിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള സോഴ്സസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ സോഴ്സിൽ തന്നെ ഈ വോൾട്ടേജ് സോഴ്സും പറയാം, കറന്റ് സോഴ്സും പറയാം. ഇത് തന്നെ ഇൻഡിപെൻഡന്റിന്റെ കീഴിലുമുണ്ട്, ഡിപ്പെൻഡന്റിന്റെ കീഴിലുമുണ്ട്.
ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻസ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് എന്താണ് സർക്യൂട്ടിലെ അല്ലെങ്കിൽ വേറെ ഒരു പാരാമീറ്ററിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, സർക്യൂട്ടിലെ പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇതിന്റെ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് ഇരിക്കുന്നത്. ഓക്കെ, അതുപോലെ കറണ്ടിന്റെ ആണെങ്കിലും അതുപോലെ തന്നെയാണ് നമ്മുടെ ആ സർക്യൂട്ടിലുള്ള മറ്റൊരു പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഈ സോഴ്സ് ഇരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഡിപെൻഡന്റ് സോഴ്സ് നമ്മൾ ഒരു സർക്യൂട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു സർക്യൂട്ടിൽ നമ്മൾ വരയ്ക്കുന്നത് ഒരു സർക്കുലർ ബ്ലോക്ക് ആയിട്ടാണ്. ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ട് അതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നൊട്ടേഷൻസ് കൊടുക്കുന്നത് ആ രീതിയിൽ കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊളാരിറ്റി ആണ് അതിൽ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു പ്ലസും മൈനസും ഒക്കെ വെച്ച് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യും. ഇപ്പോൾ നമ്മുടെ കറണ്ട് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ഡയറക്ഷൻ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഒരു ആരോ വെച്ചിട്ടായിരിക്കും നമ്മളത് റെപ്രസെന്റ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഇൻഡിപെൻഡന്റ് സോഴ്സസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഒരു സർക്യൂട്ടിൽ. ഓക്കെ, so independent source ഒന്നുകൂടെ ഞാൻ പറയാം. The sources that generate power where voltage and current of the respective sources do not depend on any other parameter. മറ്റൊരു പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഈ പവർ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ്, കറണ്ട് ആണെങ്കിൽ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സസിനെ പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഡിപ്പെൻഡന്റ് സോഴ്സ്. ഡിപ്പെൻഡന്റ് സോഴ്സ് എന്താണെന്ന് പറയാം. The sources that generate power when its voltage or current depends on magnitude of voltage or current on any other part of the circuit. Okay, ആ സർക്യൂട്ടിന്റെ മറ്റുള്ള പാർട്ടുകളിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തിൽ ഉള്ള പല എലമെന്റ്സ് ഉണ്ടാവുമല്ലോ. നമ്മുടെ സർക്യൂട്ടിൽ പല എലമെന്റ്സും ഉണ്ട്, പല ഒരുപാട് സബ് സർക്യൂട്ട്സ് അതിനകത്ത് തന്നെ ഉണ്ടാവും. ഒരു മെയിൻ സർക്യൂട്ടിനകത്ത് തന്നെ പല സബ് സർക്യൂട്ട്സ് ഉണ്ടാവാം. അപ്പോൾ മറ്റുള്ള ഭാഗത്തുള്ള പല എലമെന്റ്സിനെയും അല്ലെങ്കിൽ പല പാരാമീറ്റേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ സോഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ കറണ്ട് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റുള്ള പാരാമീറ്റേഴ്സ്, സർക്യൂട്ടിൽ തന്നെയുള്ള മറ്റുള്ള പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. സോ അങ്ങനെയുള്ള സോഴ്സിനെ നമ്മൾ പറയുന്നതാണ് ഡിപ്പെൻഡന്റ് സോഴ്സ്. പേര് തന്നെ ഉണ്ട്, ഡിപ്പെൻഡ് ചെയ്യുകയാണ്, ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതും ആ സർക്യൂട്ടിലെ മറ്റ് ഭാഗത്തുള്ള പല പാരാമീറ്റേഴ്സിനെയും ആശ്രയിച്ചായിരിക്കും ഡിപ്പെൻഡന്റ് സോഴ്സ് ഇരിക്കുക. ഓക്കെ, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഡയമണ്ട് ബ്ലോക്ക് വെച്ചിട്ടാണ്. ഓക്കെ, ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട, ജസ്റ്റ് ഒരു നമ്മൾ റോംബസ് വരയ്ക്കത്തില്ലേ, ഇപ്പോൾ ഒരു നമ്മൾ ജസ്റ്റ് ഒരു ഡയമണ്ട് ഷേപ്പ്, നമ്മുടെ കാർഡ്സിലൊക്കെ നമ്മൾ ഡയമണ്ട് കണ്ടിട്ടില്ലേ, അതങ്ങനെ ആ ഡയമണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഈ പറയുന്ന പോലെ പൊളാരിറ്റി ആണെങ്കിൽ പൊളാരിറ്റി, ആരോ ആണെങ്കിൽ ആരോ കാണിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ സോഴ്സസ് റെപ്രസെന്റ് ചെയ്യുക. ഇപ്പോൾ പൊളാരിറ്റി കാണിക്കുന്ന വോൾട്ടേജ് സോഴ്സിലും ആരോ നമ്മൾ കൊടുക്കുന്നത് കറണ്ട് സോഴ്സിലും. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഡിപ്പെൻഡന്റ് സോഴ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, സോ ഞാനിവിടെ പറയാം. സോഴ്സസ് ദാറ്റ് ജനറേറ്റ് പവർ വേർ ഇറ്റ്സ് വോൾട്ടേജ് ഓർ കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ഓർ കറണ്ട് ഓൺ എനി അതർ പാർട്ട് ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ, അതായത് മറ്റെവിടെയെങ്കിലുമുള്ള ആ സർക്യൂട്ടിൽ തന്നെ മറ്റെവിടെയെങ്കിലുമുള്ള വോൾട്ടേജിനെയോ കറണ്ടിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം ഈ വോൾട്ടേജ് സോഴ്സിന്റെ അല്ലെങ്കിൽ കറണ്ട് സോഴ്സിന്റെയോ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളതിനെ നമുക്ക് ഡിപ്പെൻഡന്റ് സോഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ ഒന്നിനെയും ആശ്രയിക്കാത്തത് അല്ലെങ്കിൽ സർക്യൂട്ടിലെ മറ്റ് പാരാമീറ്റേഴ്സിനെ ആശ്രയിക്കാത്തത്. ഡിപ്പെൻഡന്റ് സോഴ്സ് ആണെങ്കിൽ സർക്യൂട്ടിലെ മറ്റുള്ള പാരാമീറ്റേഴ്സിനെ ആശ്രയിച്ചു കൊണ്ടുള്ളത്. ഇതാണ് രണ്ട് ടൈപ്പ്. ഇതിൽ ഡിപ്പെൻഡന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ അത്രത്തോളം കവർ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. ഞാൻ അതിന്റെ ഒരു 4 സബ് ഡിവിഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വോൾട്ടേജ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്, ഫസ്റ്റ് സബ് ഡിവിഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്നാണ് അതിന്റെ പേര്. രണ്ടാമത്തത് കറണ്ട് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, കറണ്ട് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്. മൂന്നാമത്തത് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ്. നാലാമത്തത് കറണ്ട് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്ലാസിഫിക്കേഷനിൽ 2 ടൈപ്പ് വോൾട്ടേജ് സോഴ്സും ഉണ്ട്, 2 ടൈപ്പ് കറണ്ട് സോഴ്സും ഉണ്ട്. അപ്പൊ ആദ്യം പറയുന്നത് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്. അപ്പൊ അത് വോൾട്ടേജ് സോഴ്സ് ആണ്, പക്ഷെ അതിന്റെ വോൾട്ടേജ് ഔട്ട്പുട്ട്, അത് കൊടുക്കുന്ന വോൾട്ടേജ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്, ആ സർക്യൂട്ടിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ഭാഗത്തുള്ള ഒരു വോൾട്ടേജ് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും
ഇതിന്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സർക്യൂട്ടിൽ തന്നെയുള്ള വേറൊരു ഏരിയയിലുള്ള വോൾട്ടേജ് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ വോൾട്ടേജ് സോഴ്സിന്റെ ഔട്ട്പുട്ട് വരിക. അപ്പൊ അതാണ് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്. ഇനി രണ്ടാമത്തെ വോൾട്ടേജ് സോഴ്സ് എന്താണ്? കറന്റ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്. അതായത് ആ സർക്യൂട്ടിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും ഏരിയയിലുള്ള ഒരു കറന്റ് പാരാമീറ്ററിന് ആയിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുക, ഇതിന്റെ ഈ സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ആ സർക്യൂട്ടിൽ തന്നെയുള്ള മറ്റൊരു ഭാഗത്തുള്ള ഒരു കറന്റ് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കറണ്ട് ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്ന സോഴ്സിനെയാണ് നമ്മൾ വോൾട്ടേജ് ഔട്ട്പുട്ട് കൊടുക്കുന്ന സോഴ്സിനെയാണ് നമ്മൾ കറന്റ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ അത് രണ്ട് ടൈപ്പ് വോൾട്ടേജ് സോഴ്സ് ആയി. ഇനി അടുത്ത് രണ്ട് കറന്റ് സോഴ്സ് ആണ്. അതെന്താണ്? ആദ്യത്തത് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ്. വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ്, അത് പേര് തന്നെയുണ്ട്. എന്താണ്? ആ സർക്യൂട്ടിൽ തന്നെ മറ്റു ഭാഗത്തുള്ള ഏതോ ഒരു വോൾട്ടേജ് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കറന്റ് സോഴ്സ് ആണ് ഈ വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ കറന്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സർക്യൂട്ടിലുള്ള മറ്റൊരു ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു വോൾട്ടേജ് പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇനി ലാസ്റ്റ് പറയുന്നത് എന്താണ്? കറന്റ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്, കറന്റ് ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ്. അപ്പോൾ ഇതും ഒരു കറന്റ് സോഴ്സ് തന്നെയാണ്, കറന്റ് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്ന ഒരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ കറന്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്തിനെ ബേസ് ചെയ്തിരിക്കും? ആ സർക്യൂട്ടിൽ തന്നെയുള്ള മറ്റൊരു ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു കറന്റ് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിരിക്കുക. ഓക്കെ, സോ അതാണ് കറന്റ് ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഡിപ്പെൻഡന്റ് സോഴ്സസ് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത് പറയുന്നത് ഇൻഡിപെൻഡന്റ് സോഴ്സിന്റെ സബ് ഡിവിഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഇൻഡിപെൻഡന്റ് സോഴ്സസ് നമ്മൾ പറഞ്ഞു എന്താണ്? മറ്റ് സർക്യൂട്ട് പാരാമീറ്റേഴ്സിനെ ഒന്നും ആശ്രയിക്കാതിരിക്കുന്ന ഒരു സോഴ്സിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്ന് പറയാം. ഈ ഇൻഡിപെൻഡന്റ് സോഴ്സിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. എന്താണ്? വോൾട്ടേജ് സോഴ്സും ഉണ്ട്, കറന്റ് സോഴ്സും ഉണ്ട്. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് നമുക്ക് ആദ്യം നോക്കാം. അത് പറയുന്ന വേറൊന്നുമല്ല, ഈ ടു ടെർമിനൽ ഡിവൈസ് ദാറ്റ് മെയിൻറ്റെയിൻസ് എ ഫിക്സഡ് വോൾട്ടേജ്. ഓക്കെ, ഒരു ഫിക്സഡ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടു ടെർമിനൽ ഡിവൈസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയാം, ഒരു ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയാം. ഓക്കെ, എ ടു ടെർമിനൽ ഡിവൈസ് ദാറ്റ് മെയിൻറ്റെയിൻസ് എ ഫിക്സഡ് വോൾട്ടേജ്. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഒരു ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഫിക്സഡ് വോൾട്ടേജ് നമുക്ക് ചേഞ്ച് ചെയ്യുമോ, ലോഡ് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇത് ഐഡിയൽ ആണോ അല്ല പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് നമ്മൾ പറയാം. ഓക്കെ, ഐഡിയൽ കേസും പ്രാക്ടിക്കൽ കേസും ഏതൊരു കാര്യത്തിലായാലും നമ്മൾ പറയുന്ന എന്താണ്? ഒരു ഐഡിയൽ കേസും പറയും, ഒരു പ്രാക്ടിക്കൽ കേസും പറയും. അതായത് നമ്മൾ ഒരു ഐഡിയലി, അതായത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വസ്തു എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ഐഡിയൽ കേസായിട്ട് പറയുക. അതുപോലെ ഒരു പ്രാക്ടിക്കൽ കേസ് പറയുമ്പോൾ എന്താണ്? ചില പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും, സ്വാഭാവികമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയുള്ള സമയത്ത് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു പ്രാക്ടിക്കൽ ഡിവൈസിന്റെ കാര്യം വരുന്നത്. ഓക്കെ, ഇപ്പൊ ഐഡിയൽ കേസ് എപ്പോഴും തിയറിറ്റിക്കൽ ആയിരിക്കും, പ്രാക്ടിക്കൽ കേസ് പേര് പോലെ തന്നെ പ്രാക്ടിക്കൽ ഉള്ളതായിരിക്കും. ഇപ്പോൾ ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. An ideal voltage source maintains the fixed voltage independent of the load resistance or output current drawn. Okay, an ideal voltage source maintains the fixed voltage independent of the load resistance or output current drawn. നമ്മൾ ഔട്ട്പുട്ടിൽ നമ്മൾ എത്ര കറണ്ട് വലിക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ലോഡായിട്ട് എത്ര റെസിസ്റ്റൻസ് കൊടുത്തു എന്നുള്ളതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. ഓക്കെ, അതായത് നമുക്ക് ഇതിനൊന്നും ആശ്രയിച്ചല്ല, നമുക്ക് ലോഡായിട്ട് കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസിനെയോ അല്ലെങ്കിൽ വലിക്കുന്ന കറണ്ടിനെയോ ഒന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിനൊന്നും ആശ്രയിക്കാതെയാണ് നമ്മളുടെ ഈ സോഴ്സിന്റെ ഔട്ട്പുട്ട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഒരു ഐഡിയൽ കേസിൽ ഇപ്പൊ നമുക്ക് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറയാം. ഒരു ഐഡിയൽ കേസ് പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. ഓക്കെ, നമുക്ക് ഇപ്പോൾ 5 വോൾട്ടിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? 5 വോൾട്ടും എനിക്ക് കിട്ടണമെന്നേ ഞാൻ പ്രതീക്ഷിക്കുകയുള്ളൂ. അതിൽ കുറവ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഐഡിയൽ ആണെങ്കിൽ ഒരിക്കലും അതിൽ കുറവ് വരാൻ പാടില്ല. അപ്പോൾ കുറവ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം സംഭവിക്കേണ്ടത്?
ഫുൾ വോൾട്ടേജ് നമുക്ക് ഇങ്ങനെ കിട്ടണം, ഔട്ട്പുട്ട് ടെർമിനൽസിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കുറവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എപ്പോഴും എന്താണ്, ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള നഷ്ടമായിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ ഈ നഷ്ടം സംഭവിക്കാൻ നമ്മൾ കൂടുതലും സർക്യൂട്ട് എലമെന്റ്സിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു ഡ്രോപ്പ് ആയിട്ട് നമ്മൾ പറയും. വോൾട്ടേജിന്റെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും നമ്മൾ ഡ്രോപ്പ് ആയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ വോൾട്ടേജ് സോഴ്സ് ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് എവിടെയെങ്കിലും സംഭവിക്കണം. അപ്പോൾ എങ്കിലേ അതൊരു പ്രാക്ടിക്കലായി മാറത്തുള്ളൂ. ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജിന്റെ ഡ്രോപ്പ് സംഭവിക്കാനേ പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു എവിടെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുക, എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടെങ്കിൽ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസ് പാടില്ല. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല, ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിപ്പോ എപ്പോഴും എന്താണ്, ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ല് എന്നുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യട്ടെ, അതിന്റെ ഔട്ട്പുട്ട് അതേ വാല്യൂ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ലീക്കേജോ അല്ലെങ്കിൽ ഒരു നഷ്ടമോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഈ നഷ്ടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു എന്താണ് റെസിസ്റ്റൻസ് കാരണമോ അല്ലെങ്കിൽ അത് റെസിസ്റ്റൻസിന് സമാനമായിട്ട് എന്താ എനർജി കൺസ്യൂം ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എലമെന്റ് അതിലുണ്ടെങ്കിൽ മാത്രമേ അത് നഷ്ടം സംഭവിക്കുകയുള്ളൂ. അപ്പൊ അതിനെ നമ്മളൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് എപ്പോഴും കണക്കാക്കുക. ആ ഇന്റേണൽ റെസിസ്റ്റൻസ് വാല്യൂ 0 ആണെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഐഡിയൽ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. ഓക്കെ, ഇനി ഈ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിലെ ഇന്റേണൽ റെസിസ്റ്റൻസ്, ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കത് പ്രാക്ടിക്കലിലോട്ട് വരുമ്പോൾ പറയാം. ഓക്കെ, എന്തായാലും തൽക്കാലം ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. എന്താണ്, ഒരു ഐഡിയൽ കേസിലെ ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും 0 ഓം ആയിരിക്കും. ഓക്കെ, ഇനി ഐഡിയൽ കേസിൽ നമ്മുടെ വോൾട്ടേജിന്റെ ഗ്രാഫാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്, ഈ ഫിഗറിൽ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ അതിന്റെ കൂടെ തന്നെ നമ്മളൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിനെ നമ്മളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് മെൻഷൻ ചെയ്യുന്നത് എന്താണ്, ഫിക്സഡ് വോൾട്ടേജ് ആയിരിക്കും, ഒരു ചേഞ്ചും അതിൽ വരാൻ പാടില്ല. അത് തന്നെയാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്താ, നമ്മുടെ എക്സ് ആക്സിൽ നമ്മൾ കറണ്ട് നമ്മൾ മെൻഷൻ ചെയ്തു. ഈ കറണ്ട് ഡ്രോണിൽ എത്ര വേരിയേഷൻ വന്നിരുന്നാലും വോൾട്ടേജിൽ വ്യത്യാസം വരാൻ പാടില്ല. അതാ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളതും അത് തന്നെയാണ്. എന്താ, VS എന്ന് പറയുന്ന സോഴ്സ് വോൾട്ടേജിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കറണ്ട് എത്ര കൂടിയിരുന്നാലും ശരി വോൾട്ടേജിന്റെ ആ VS വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്തിട്ടില്ല. സോ അതാണ് നമ്മുടെ ഐഡിയൽ വോൾട്ടേജിന്റെ അല്ലെങ്കിൽ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ ഒരു ഗ്രാഫ് എന്ന് നമ്മൾ പറയാം. ഇനി ആ വോൾട്ടേജ് സോഴ്സ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമ്മൾ അത് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്തത്, ഒരു സർക്കുലർ ബ്ലോക്ക് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. അത് നമ്മൾ പ്ലസ് മൈനസ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ പൊളാരിറ്റി നമ്മൾ മെൻഷൻ ചെയ്തു. ആ പൊളാരിറ്റിയുടെ കാര്യം നമുക്ക് പറയാം, സൈൻ കൺവെൻഷൻ നമുക്ക് അതിലേക്കൊന്ന് പറയാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളത് മെൻഷൻ ചെയ്തു, ഒരു സോഴ്സ് അവിടെ വന്നു. ഈ സോഴ്സ് ഇന് സീരീസ് ആയിട്ട് എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും സീരീസ് പാരലൽ കണക്ഷൻസ് ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ പൊതുവെ ഒരു വോൾട്ടേജിന് നഷ്ടം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ സീരീസ് ആയിട്ട് എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ വോൾട്ടേജിന് അവിടെ ഒരു ഡ്രോപ്പ് വരത്തുള്ളൂ. സോ ഇതിപ്പോ ഒരു ഐഡിയൽ കേസ് ആയതുകൊണ്ട് അവിടെ ഒരു ഡ്രോപ്പ് വരാൻ പാടില്ല. സോ അപ്പോൾ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ്, 0 ആയിരിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ 0 ആയിരിക്കും. അതാണ് നമ്മളിവിടെ ഫിഗറിലും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. RS എന്ന് പറയുന്നത് സീരീസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്, സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ RS എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് 0 ആയിരിക്കും. ഓക്കെ, ഔട്ട്പുട്ട് നമ്മുടെ എക്സ്പെക്ടഡ് വി ഔട്ട് എന്ന് പറയുന്നത് ആ VS വാല്യൂ തന്നെയാണ് ഐഡിയൽ വോൾട്ടേജ് കേസിൽ വരിക. ഇനി പ്രാക്ടിക്കൽ വോൾട്ടേജ് കേസ്, ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന്റെ കാര്യമാണെങ്കിൽ, ഫോർ എ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് a small internal resistance will be connected in series with voltage source. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല ഐഡിയൽ ആണെങ്കിൽ. പ്രാക്ടിക്കൽ ആണെങ്കിൽ എന്താണ്, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഫോർ എ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എ സ്മോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് വിൽ ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ടായിരിക്കാം ഇവിടെ എന്താണ് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് വരിക. കാരണം എന്താ, വോൾട്ടേജ് എപ്പോഴും ഒരു സീരീസ് കണക്ഷനിലാണ് ഡ്രോപ്പ് ആവുന്നത്. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് എപ്പോഴും എന്താ ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ സീരീസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറയുക. ഓക്കെ, സോ അപ്പോൾ എന്തെങ്കിലും ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നതിന് ഇക്വലന്റ് ആയിട്ടായിരിക്കും ഒരു ലോസ് അവിടെ നമ്മൾ കണക്കാക്കുക. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പ്രാക്ടിക്കൽ കേസ് പറയുകയാണെങ്കിൽ ഒരു ലോസ് വേണമല്ലോ, ആ ലോസ് ആയിട്ട് നമ്മളവിടെ കണക്കാക്കുന്നത് ആ ഇന്റേണൽ റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും. ഇനി ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ചേഞ്ച് ഓൺ വേരിയേഷൻ ഓഫ് ലോഡ്. ഓക്കെ, നമ്മുടെ ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ് നമ്മുടെ
പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന്റെ ടെർമിനൽ വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. ഓക്കെ, കാരണം എന്താ, ഇന്റേണൽ റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഇതിന് വേരിയേഷൻസ് വരും. ഇറ്റ് വിൽ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ കറണ്ട് ഡ്രോപ്പ്, വിത്ത് ഇൻക്രീസ് ഇൻ കറണ്ട് ഡ്യൂ ടു ഡ്രോപ്പ് ഡ്യൂ ടു ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ എന്താ, നമ്മുടെ വേരിയേഷൻ, ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കറണ്ട് ഡ്രോണ് വേരിയേഷൻ സംഭവിക്കും. കറണ്ട് ഡ്രോണ് ഇപ്പോൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് കൂടുതൽ വരും. ഇപ്പോൾ ഡ്രോപ്പ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്താ, വോൾട്ടേജ് ഡ്രോപ്പ് കൂടുന്നതിനനുസരിച്ച് എക്സ്പെക്റ്റഡ് വോൾട്ടേജ് അത്രയും കിട്ടത്തില്ല. ഇനി കറണ്ട് ഡ്രോണ് കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് കുറവായിരിക്കും. വോൾട്ടേജ് ഡ്രോപ്പ് കുറയുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് എക്സ്പെക്റ്റഡ് വോൾട്ടേജ് കിട്ടിയില്ലെങ്കിലും കമ്പാരിറ്റീവ്ലി വോൾട്ടേജ് ലോസ് അവിടെ കുറവായിരിക്കും. സോ ഈ ഒരു വേരിയേഷൻ ആണ് ഈ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ പറയാം. അതാണ് നമ്മൾ അടുത്ത് അതിന്റെ ഫിഗറിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഫിഗർ മെൻഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു വോൾട്ടേജ് സോഴ്സ് അതിന് സീരീസ് ആയിട്ട് നമ്മൾ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനെ നമ്മൾ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതിന് RS എന്ന് നമ്മൾ പേരും കൊടുത്തു. RSൽ ഉണ്ടാകുന്ന ഡ്രോപ്പ് പോയിട്ട് ബാക്കിയുള്ള വോൾട്ടേജ് ആണ് നമുക്ക് വി ഔട്ടിൽ കിട്ടുന്നത്. ഐഡിയൽ കേസിൽ നമുക്ക് സോഴ്സ് വോൾട്ടേജ് ആയ VS തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും, അല്ലെങ്കിൽ VS തന്നെ നമുക്ക് വി ഔട്ട് ആയിട്ട് കിട്ടും. പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് VS വി ഔട്ട് ആയിട്ട് കിട്ടത്തില്ല. VSനെക്കാട്ടി കുറഞ്ഞ വാല്യൂ ആയിരിക്കും വി ഔട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, അതായത് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഫിഗറിലും അത് തന്നെ, ഫിഗറിൽ നമ്മുടെ ഗ്രാഫിലും അത് തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. കറണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ, വോൾട്ടേജ് അവിടെ നമുക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോപ്പ് കൂടി 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 വരുന്നത് കാരണം നമ്മുടെ വി ഔട്ട് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. എക്സ്പെക്റ്റഡ് വാല്യൂ VS ആണ്, അത്രയും നമുക്ക് കിട്ടുന്നില്ല, അതിനെക്കാട്ടിയും കുറഞ്ഞ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അത് കറണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് അത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, സോ അടുത്ത് വരുന്നത് കറണ്ട് സോഴ്സ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് കറണ്ട് സോഴ്സ്. നേരത്തെ വോൾട്ടേജിന്റെ കാര്യം പറഞ്ഞതുപോലെ എന്താണ്, ഇതും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ്. ഇതിന്റെ എന്താ, രണ്ട് ടെർമിനൽ അക്രോസ് നമുക്ക് കറണ്ട് ലഭിക്കും. അതാണ് ഒരു കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് ഡെലിവേഴ്സ് or absorbs electric current which is independent of connected load or voltage across it. Okay, an electronic circuit that delivers or absorbs electric current which is independent of connected load or voltage across it. നമ്മുടെ ആ സർക്യൂട്ടിന്റെ അക്രോസ് ഉള്ള കണക്റ്റഡ് ലോഡോ അല്ലെങ്കിൽ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിനെയൊന്നും ആശ്രയിക്കാതെ എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഡെലിവർ ചെയ്യുന്ന ഒരു ഡിവൈസിന് പറയുന്ന പേരാണ് കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ കറണ്ട് സോഴ്സിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഐഡിയൽ കേസും പ്രാക്ടിക്കൽ കേസും വരുന്നുണ്ട്. ഓക്കെ, ഐഡിയൽ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ഇത്ര വാല്യൂസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു 5 ആംപിയർ കറണ്ട് അല്ലെങ്കിൽ ഒരു 10 ആംപിയർ കറണ്ട് അല്ലെങ്കിൽ ഒരു 2 ആംപിയർ കറണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. ആ കറണ്ട് തന്നെ ലഭിക്കുന്ന രീതി, ആ എക്സാക്ട് നമുക്ക് ആ ഒരു കറണ്ട് തന്നെ ലഭിക്കുന്ന ഒരു ഡിവൈസിന് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് നമ്മൾ പറയും. അതേസമയം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എമൗണ്ട് അത്രയും കിട്ടുന്നില്ല, കുറച്ച് നമുക്ക് ലോസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. Okay, so ideal current source. Output current of an ideal current source is independent of connected load. Okay, so output current of an ideal current source is independent of connected load. അത് നമ്മൾ കണക്റ്റഡ് ലോഡ്, അതായത് നമ്മുടെ സർക്യൂട്ടിന് അക്രോസ് കൊടുക്കുന്ന ലോഡ് എത്രയോ ആയിക്കോട്ടെ അതിനൊന്നും ആശ്രയിച്ചല്ല നമ്മുടെ ഐഡിയൽ കറണ്ട് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പേരിൽ തന്നെയുണ്ട് ഐഡിയൽ ആണ്. സോ അപ്പൊ അതിലൊന്നും വേരിയേഷൻ ഒന്നും വരുന്നില്ല. ഓൾറെഡി ഇത് ഇൻഡിപെൻഡന്റ് സോഴ്സ് ആയതുകൊണ്ട് പലതിനെ ആശ്രയിക്കുന്നില്ല. അതുകൂടാതെ തന്നെ ഇതിലെന്താണ് ഐഡിയൽ കേസും കൂടെയാണ്. സോ അപ്പോൾ ഒരു കാരണവശാലും കണക്റ്റഡ് ലോഡിനെ ഒന്നിനെയോ ഡിപ്പെൻഡ് ചെയ്തല്ല ഈ കറണ്ട് സോഴ്സ്, ഈ ഐഡിയൽ കറണ്ട് സോഴ്സ് വരുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് അതിനെ ഒന്നും ആശ്രയിച്ചായിരിക്കില്ല വരുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും വാല്യൂ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുകയും ചെയ്യും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ വോൾട്ടേജ് സോഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കറണ്ട് സോഴ്സിലും ഐഡിയൽ കേസ് എങ്ങനെയായിരിക്കും, എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും കറണ്ട് കിട്ടണമെന്നുള്ളത് കൊണ്ട് നമുക്കൊരു ലോസും അവിടെ ഉണ്ടാവാൻ പാടില്ല. സാധാരണ കറണ്ടിന് എവിടെയാണ് നമുക്ക് ലോസ് ഉണ്ടാവുക? നമ്മൾ അന്ന് പറഞ്ഞ ഈ
ഒഴുകി പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഒന്നിൽ കൂടുതൽ വഴിയുണ്ട്. പാത്ത് കറണ്ട് എപ്പോഴും എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതാണ്. സോ പാത്ത്, അപ്പോൾ പാത്ത് ഡൈവേർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കറണ്ട് നമുക്ക് സ്പ്ലിറ്റ് ആയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കറണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പാത്ത് മാത്രമേ ഉള്ളൂ, ഒറ്റൊരു സർക്യൂട്ടേ ഉള്ളൂ, അതിൽ സബ് ഡിവിഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ അതിൽ വേറെ വഴികളൊന്നുമില്ല, ഒരു ലൂപ്പ് മാത്രം അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാ കറണ്ടും അതുവഴി തന്നെ പോകും. അപ്പോൾ അതിൽ ഒരു നഷ്ടവും നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പാത്ത് അതിലുണ്ടാകും, ഒന്നിൽ കൂടുതൽ വഴികൾ ഉണ്ടാവും. അപ്പോൾ ആ പല വഴികൾ കൂടി നമ്മുടെ ഈ കറണ്ട് സഞ്ചരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ, കറണ്ട് സ്പ്ലിറ്റ് അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ മുഴുവൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കറണ്ട് മുഴുവൻ ചിലപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ കിട്ടിയെന്ന് വരില്ല. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ ഒരു കറണ്ടിന് നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു കറണ്ട് സോഴ്സിൽ നഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ പറയുന്ന പോലെ പാരലൽ പാത്തിൽ കൂടെ ആയിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടി വരിക. സോ അങ്ങനെ ഒരു പാത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് ഇല്ലാണ്ടാവണം, അല്ലെങ്കിൽ അതിൽ നമുക്ക് ആ നഷ്ടം ഉണ്ടാവാതിരിക്കണം. എങ്കിൽ ഒന്നിൽ ആ പാത്ത് ഉണ്ടാകാൻ പാടില്ല, ഇനി അഥവാ ആ പാത്ത് ഉണ്ടെങ്കിൽ അതുവഴി കറണ്ട് പോകാൻ പാടില്ല. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു സ്ഥലത്തേക്ക് രണ്ട് വഴി ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ ഒരു വഴി ചൂസ് ചെയ്തു. അപ്പോൾ എല്ലാ വണ്ടികളും അതേ വഴി തന്നെയാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ വഴി കൂടെ തന്നെയാണ് എല്ലാം ഫ്ലോ ചെയ്യുന്നത്. അതേസമയം മറ്റൊരു വഴിയുണ്ട്, അത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് എന്താണ് സ്പ്ലിറ്റ് ഓഫ് കറണ്ട് നമുക്ക് അവിടെ നടക്കും. ഓക്കെ, അപ്പൊ കുറച്ച് വണ്ടികൾ അതുവഴിയും പോകും, കുറച്ച് വണ്ടികൾ ഈ വഴിയും പോകും. ഓക്കെ, ഇനി മറ്റ് വഴി ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പാലം പണിയാണ് നടക്കുന്നതെന്നിരിക്കട്ടെ, അതായത് ആ പാലം കംപ്ലീറ്റ് ആകാതെ, അല്ലെങ്കിൽ ആ പാലം പണി കഴിയാതെ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വഴി കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. സോ ഇതേ കേസ് തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരു പാരലൽ പാത്ത് ഉണ്ട്, അതുവഴി കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതുവഴിയുള്ള റെസിസ്റ്റൻസ് എന്തായിരിക്കണം, ഇൻഫിനിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, അതായത് അതുവഴി ഫ്ലോ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ റെസിസ്റ്റൻസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണ്, അതുവഴി കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകത്തില്ല, മുഴുവൻ കറണ്ട് നമ്മുടെ എക്സ്പെക്ടഡ് സൈഡിൽ തന്നെ കിട്ടും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇൻഫിനിറ്റി ആയിരിക്കും നമ്മുടെ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഈ അടുത്ത് എന്താ, നമുക്ക് പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിലോട്ട്. ഓക്കെ, പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഐഡിയൽ കറണ്ട് സോഴ്സിന്റെ ഫിഗറും അതിന്റെ അതുപോലെയുള്ള ഗ്രാഫും നമുക്കൊന്ന് നോക്കാം. ഫിഗർ വേറൊന്നുമല്ല, നമ്മളൊരു ഐഡിയൽ കറണ്ട് സോഴ്സ് റെപ്രസെന്റ് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമ്മൾ സർക്കുലർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. കറണ്ട് ആയതുകൊണ്ട് നമ്മൾ ആരോ വെച്ച് റെപ്രസെന്റ് ചെയ്തു. അതിൽ എന്താ, അക്രോസ് നമ്മൾ പോകുന്ന സോഴ്സ് കറണ്ട് നമ്മൾ IS ആണെന്ന് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെക്റ്റഡ് ഔട്ട് അവിടെ വരുന്നുണ്ട്. നമുക്ക് ഇത് ഐഡിയൽ കേസ് ആയതുകൊണ്ട് എന്താ, പാരലായിട്ട് വരേണ്ടിയിരുന്ന ഒരു പാത്ത്, അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് എന്താ, ഇൻഫിനിറ്റി ആയി മാറി. അപ്പോൾ അതുവഴി കറണ്ട് പോകുന്നേയില്ല, ഫുൾ കറണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ആ പാത്തിൽ കൂടെ തന്നെ നമുക്ക് കിട്ടും. സോ ഇതാണ് ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഗ്രാഫ് സൈഡ് നോക്കാം. വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ലോഡ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കറണ്ടിലുള്ള വേരിയേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് യാതൊരു വേരിയേഷൻ ഉണ്ടാവുന്നില്ല. വോൾട്ടേജ് എത്ര കൂടിയിരുന്നാലും ശരി, നമ്മളുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കറണ്ട് സെയിം തന്നെയാണ്, IS തന്നെയാണ്, അതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല. സോ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, എക്സ്പെക്റ്റഡ് IS അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് സോഴ്സ് കറണ്ട് തന്നെയായിരിക്കും. അതുപോലെ ഒരു നമ്മുടെ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ എന്താണ്, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സോഴ്സ് വോൾട്ടേജ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ അടുത്തത് പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആണ്. പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഈ പറയുന്നത് പോലെ എവിടെയെങ്കിലും ഒരു ലോസ് നമുക്കതിൽ സംഭവിച്ചിട്ടുണ്ടാകും. കാരണം ആ ലോസ് സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടാത്തത്. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ഐഡിയൽ കേസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് IS തന്നെ കിട്ടണം, അതായത് സോഴ്സ് കറണ്ട് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ ഈ കേസിൽ എന്താ, നമുക്ക് ആ IS കിട്ടുന്നില്ല. അപ്പൊ എവിടെയോ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഈ ലോസ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കറണ്ട് സോഴ്സ് ആണ്, കറണ്ടിന് ഒരു നഷ്ടം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഒരു പാത്ത് ഉണ്ടായേ പാടുള്ളൂ. അപ്പോൾ ഏതോ ഒരു പാരലൽ പാത്തിൽ കൂടെ നമുക്ക് കറണ്ട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, ഒരു പാരലലി കണക്റ്റഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കണം നമുക്ക് അതിനെ
നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഒരു പാരലി കണക്റ്റഡ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതാണ് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഒരു കറന്റ് സോഴ്സിന്റെ. ആ ഒരു കറന്റ് സോഴ്സിൽ നമുക്ക് നഷ്ടം സംഭവിക്കുന്ന അവിടെയാണ് ബാലൻസ് ആയിട്ടുള്ള വാല്യൂസ് അല്ല ബാലൻസ് ആയിട്ടുള്ള കറണ്ട് മൊത്തം നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് കറണ്ട് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടാലും ബാക്കിയുള്ള കറണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഒരു പ്രാക്ടിക്കൽ കറന്റ് സോഴ്സിൽ സംഭവിക്കുന്നത്. സോ എ ലാർജ് ഇന്റേണൽ റെസിസ്റ്റൻസ് വിൽ ബി പാരലൽ വിത്ത് ദ കറന്റ് സോഴ്സ്. എ ലാർജ് ഇന്റേണൽ റെസിസ്റ്റൻസ് വിൽ ബി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ കറന്റ് സോഴ്സ്. അതാണ് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ കറന്റ് സോഴ്സിൽ സംഭവിക്കുക. And the output current of the terminal varies with load resistance. The output current of the terminal varies with load resistance. Load resistance വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറണ്ടില് വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറണ്ടില് വേരിയേഷൻസ് ഉണ്ടാകും. ഇനി when voltage is increased, the current through the internal resistance. When voltage is increased, the current through the internal resistance also increases and thereby reducing the output current. Okay, അതായത് നമ്മുടെ വോൾട്ടേജ് കൂട്ടുമ്പോഴത്തേക്ക് നമ്മുടെ വോൾട്ടേജ് കൂടുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ടും അതിൽ ഇൻക്രീസ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കറണ്ട് മൊത്തം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടം സംഭവിക്കണം. അപ്പോൾ നമ്മളെ ഈ ഔട്ട്പുട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ ലോഡ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഗ്രാഫ് പറയുമല്ലോ, ഇതുവരെ പറഞ്ഞ ഗ്രാഫ്, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് നമുക്ക് കറണ്ട് കുറയാൻ പാടില്ല എന്നായിരുന്നു. പ്രാക്ടിക്കൽ കേസ് വരുമ്പോഴത്തേക്ക് എന്താ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസിൽ പാരലി കണക്റ്റഡ് ആയിട്ടുള്ള ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ആ പാത്തിൽ കൂടെ കുറച്ച് കറണ്ട് നമുക്ക് നഷ്ടപ്പെടും. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് നഷ്ടപ്പെടുന്നതിന്റെ അളവും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല, വളരെ കുറച്ചുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ കറണ്ട് കുറഞ്ഞുകൊണ്ട് ഇരിക്കും. ഓക്കെ, സോ അതാണ് നമ്മൾ ആ ഗ്രാഫിലും നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ആ ഫിഗറും നോക്കിയാൽ മതി. ഫിഗറിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരു പ്രാക്ടിക്കൽ കറന്റ് സോഴ്സ് കാണിക്കുമ്പോൾ ഒരു ഐഡിയൽ കറന്റ് സോഴ്സ്, അതിന് പാരലൽ ആയിട്ടൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. ഇങ്ങനൊരു സിസ്റ്റമിനെയാണ് നമ്മളൊരു പ്രാക്ടിക്കൽ കറന്റ് സോഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇനി ആ ഗ്രാഫ് നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എന്താ, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കറണ്ടും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് IS ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ കിട്ടുന്നില്ല, അതിനെക്കാട്ടും ചെറിയ വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. വോൾട്ടേജ് കൂടുന്തോറും ആ വാല്യൂ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡ്രൂപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ് ആയിട്ടാണ് അത് പോവുക. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്കത് ഐഡിയൽ കേസ് ആയിരുന്നെങ്കിൽ ഒരു എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിട്ടായിരിക്കും അത് വരേണ്ടിയിരുന്നത്. ഇപ്പൊ നമുക്ക് അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കറണ്ട് വാല്യൂ കുറയുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഈ വാല്യൂ കുറഞ്ഞു വരും. ഓക്കെ, സോ ഇതാണ് ഒരു പ്രാക്ടിക്കൽ കറന്റ് സോഴ്സിൽ സംഭവിക്കുന്നത്. ഇനി സൈൻ കൺവെൻഷൻ. ഓക്കെ, സൈൻ കൺവെൻഷൻ നമുക്ക് പറയാം. സൈൻ കൺവെൻഷൻ പറയുന്ന വേറൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന എലമെന്റ്സിലെല്ലാം എങ്ങനെയാണ് നമ്മൾ പൊളാരിറ്റി കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് സൈൻ കൺവെൻഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് രണ്ട് കേസിലുമുണ്ട്. നമ്മുടെ ആക്റ്റീവ് എലമെന്റ്സിന്റെ കാര്യത്തിലുമുണ്ട്, പാസീവ് എലമെന്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ സൈൻ കൺവെൻഷൻ പറയാറുണ്ട്. സോ ആക്റ്റീവ് എലമെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് അസ്യൂംഡ് ആണ് ഒരു ആക്റ്റീവ് എലമെന്റിൽ പൊളാരിറ്റി പറയുന്നത്. ഓക്കെ, അതായത് നമ്മളെ ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ആ സർക്യൂട്ടിൽ ഒരു കറണ്ട് പോകുന്ന ഒരു പാത്ത് ഉണ്ടാവും. സാധാരണ എല്ലാം നമ്മൾ ആ പാത്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ കറണ്ടിന്റെ ഒഴുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പൊളാരിറ്റി പറയുക. പക്ഷെ ഒരു സോഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പറയേണ്ട കാര്യമില്ല, ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. കാരണം സോഴ്സ് തന്നെ ആ പേര് തന്നെ സോഴ്സ് ആണ്. അപ്പൊ അത് കറണ്ട് ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യേണ്ട സാധനമാണ്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഈ നമ്മൾ ജനറലി എടുക്കുന്ന ഒരു സർക്യൂട്ടിൽ എടുക്കുന്ന പാത്തിന് അതിനനുസരിച്ച് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും.
ആ ആക്റ്റീവ് എലമെന്റിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇറസ്പെക്റ്റീവ് ഓഫ് അതൊരു വോൾട്ടേജ് സോഴ്സോ അല്ലെങ്കിൽ കറണ്ട് സോഴ്സോ ഏതായിരുന്നാലും അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ പൊളാരിറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ സർക്യൂട്ടിലുള്ള ഡയറക്ഷൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഈ വോൾട്ടേജ് സോഴ്സിന്റെ അല്ലെങ്കിൽ കറണ്ട് സോഴ്സിന്റെ പൊളാരിറ്റി പറയുമ്പോൾ അതിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി, അതിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, പൊളാരിറ്റി ഓഫ് ആക്റ്റീവ് എലമെന്റ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് അസ്യൂംഡ്. ഓക്കെ, ഇനി പൊളാരിറ്റി ഓഫ് വോൾട്ടേജ് സോഴ്സ് വിൽ ബി മാർക്ഡ് ആൻഡ് ഫോർ കറന്റ് സോഴ്സ് ദ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഈസ് അറ്റ് ഇറ്റ്സ് ആരോ ഹെഡ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് സോഴ്സിൽ എന്താണ് പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നമ്മൾ ഓരോ സോഴ്സിന്റെ കാര്യം നമ്മൾ ഈ ഐഡിയൽ സോഴ്സിന്റെയും പ്രാക്ടിക്കൽ സോഴ്സിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ വോൾട്ടേജ് സോഴ്സിൽ നമ്മൾ ശ്രദ്ധിച്ചു എന്താണ് ഒരു പ്ലസും ഒരു മൈനസും നമ്മൾ കണ്ടു. അതായത് അതിൽ തന്നെ പൊളാരിറ്റി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പോസിറ്റീവ് ടെർമിനലാണെന്നും മറ്റേത് നെഗറ്റീവ് ടെർമിനലാണെന്നും അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല, അതിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടാവും ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ്, പൊളാരിറ്റി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ കറന്റ് സോഴ്സിന്റെ ഐഡിയലും പ്രാക്ടിക്കലും പറയുമ്പോൾ നമ്മൾ ആ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ ശ്രദ്ധിച്ചു. അതിലെന്താ ഒരു ആരോ നമ്മൾ വരച്ചിട്ടുണ്ട്. ആ ആരോയുടെ ഹെഡ്, ഓക്കെ, ആരോ ഹെഡ് എന്ന് പറയുന്നത് അതായത് ആ ആരോയുടെ തലപ്പത്ത് വരുന്ന ഭാഗം, ഓക്കെ, നമ്മൾ ആ ഒരു കൂർത്ത ഭാഗം വരുമല്ലോ, ആ കൂർത്ത ഭാഗം എന്ന് പറയുന്നത് ആണ് പോസിറ്റീവ് പൊളാരിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന്റെ മറ്റേ എൻഡിനെ നമ്മൾ എന്താണ് നെഗറ്റീവ് ടെർമിനലായിട്ട് കൺസിഡർ ചെയ്യും. അതായത് ആ പാത്ത്, ആ ആരോ കാണിക്കുന്ന എന്താണ് ആ കറന്റ് സോഴ്സിൽ കറണ്ട് ഏത് ഭാഗത്തേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ് ആ ആരോ കൊണ്ടത് സൂചിപ്പിക്കുന്നത്. സോ ഒരു ആക്റ്റീവ് എലമെന്റിൽ അത് വോൾട്ടേജ് സോഴ്സ് ആയിക്കോട്ടെ കറന്റ് സോഴ്സ് ആയിക്കോട്ടെ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ സർക്യൂട്ടിലെ അസ്യൂം ചെയ്ത കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്നും നമ്മൾ അതിൽ നോക്കേണ്ട കാര്യമില്ല ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് ഒരു ആക്റ്റീവ് എലമെന്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ. ഓക്കെ, ഇനി പാസീവ് എലമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു പാസീവ് എലമെന്റിൽ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറയാം. പാസീവ് എലമെന്റ്സ് കറന്റ് എൻറ്ററിംഗ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ലീവിംഗ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഒരു പാസീവ് എലമെന്റിൽ കറണ്ട് എവിടെയാണോ കയറുന്നത്, ഓക്കെ, കറണ്ട് ഇൻടേക്ക് വരുന്നത് അല്ലെങ്കിൽ കറണ്ട് ഏത് ഭാഗത്ത് കൂടെയാണോ കയറുന്നത് ആ ഭാഗത്തിനെ നമ്മൾ പോസിറ്റീവ് ടെർമിനലായിട്ടും കൺസിഡർ ചെയ്യും. അതുപോലെ ഏത് ഭാഗത്ത് കൂടെയാണോ ഇറങ്ങി പോകുന്നത് അതിനെ നമ്മൾ നെഗറ്റീവ് ടെർമിനലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, പോസിറ്റീവ് പൊളാരിറ്റി ആയിട്ട് കറണ്ട് എൻട്രി പോയിന്റിനെ നമ്മൾ പറയും. അതുപോലെ കറണ്ട് ലീവിംഗ് പോയിന്റിനെ നമ്മൾ നെഗറ്റീവ് പൊളാരിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇതാണ് നമ്മളൊരു പാസീവ് എലമെന്റിൽ ചെയ്യുന്നത്. അത് റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, കപ്പാസിറ്റൻസ് ആയിക്കോട്ടെ, ഇൻഡക്റ്റൻസ് ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, നമുക്ക് അതിന്റെ ഫിഗർ ഒന്ന് നോക്കാം. വോൾട്ടേജ് സപ്ലൈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പ്ലസ് മൈനസ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കറന്റ് സപ്ലൈ ആണെങ്കിൽ അല്ലെങ്കിൽ കറന്റ് സോഴ്സ് ആണെങ്കിൽ അതിൽ ആരോ ഹെഡ് കൊടുത്തിട്ടുണ്ട്. ആരോ എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും അതിന്റെ കറണ്ടിന്റെ സഞ്ചാരം എന്ന് പറയുന്നത്, ഫ്ലോ അങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് ഇരിക്കട്ടെ, അതിൽ കറണ്ട് എൻറ്റർ ചെയ്യുന്നതിന് നമ്മൾ പോസിറ്റീവായിട്ട് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീവ് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കപ്പാസിറ്റർ ആണെങ്കിലും എൻറ്റർ ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പോസിറ്റീവായിട്ടും കറണ്ട് ലീവ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ നെഗറ്റീവായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻഡക്റ്റൻസിലും അല്ലെങ്കിൽ ഇൻഡക്ടറിലും നമ്മൾ ചെയ്തിരിക്കുന്നത്. കറണ്ട് എൻറ്റർ ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ പോസിറ്റീവായിട്ടും ലീവ് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ നെഗറ്റീവായിട്ടും നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ പാസീവ് എലമെന്റ്സിൽ ഇങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ആക്റ്റീവ് എലമെന്റ്സിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല, അതിൽ തന്നെ അത് തന്നിട്ടുണ്ടാവും എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ സൈൻ കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ആവശ്യമാണ്, കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും ഈ സൈന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് ആണെങ്കിലും സോഴ്സുകൾ നമ്മൾ ചിലപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പലതും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സോഴ്സ് ഉള്ള കാര്യങ്ങളിലും ചിലപ്പോൾ എന്താണ് നമ്മളത് നോക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരുപാട് നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പലതരത്തിൽ കണക്ഷൻസ് വരാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ പൊളാരിറ്റി എപ്പോഴും അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത് വരുന്നത് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, വോൾട്ടേജ് സോഴ്സ് ടു കറന്റ് സോഴ്സും അതുപോലെ കറന്റ് സോഴ്സ് ടു വോൾട്ടേജ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ് അടുത്ത് വരുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വേറൊന്നുമല്ല, നമുക്ക് ഈ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കുമുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുക. ഓക്കെ, അതായത് കറന്റ് സോഴ്സിൽ നിന്ന് വോൾട്ടേജ് സോഴ്സിലേക്കും വോൾട്ടേജ് സോഴ്സിൽ നിന്ന് കറന്റ് സോഴ്സിലേക്കും ചില സമയത്ത് നമുക്ക് ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ചിലപ്പോൾ നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, ചില കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്.
പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഈ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് വോൾട്ടേജ് സോഴ്സ് ടു കറന്റ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ നോക്കാം. ഇപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുക്കുന്ന ഭാഗം വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് അവിടെയുണ്ട്. അതിന് സീരീസ് ആയിട്ട് എന്താണ് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മോഡലായിരിക്കും നമ്മൾ അതിന്റെ എന്താണ് ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക. ഒരു വോൾട്ടേജ് സോഴ്സ്, ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് an ideal source connected with an ideal voltage source connected in series with a resistance അല്ലെങ്കിൽ a series resistance connected with അല്ലെങ്കിൽ a resistance connected in series with an ideal voltage source ആണ് നമ്മളൊരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി അതിനെ നമുക്ക് എന്താണ് ഒരു കറന്റ് സോഴ്സിലേക്കാണ് മാറ്റേണ്ടത്. ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ കറന്റ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എന്താണ് ഒരു കറന്റ് സോഴ്സ്, an ideal current source having a resistance in പാരലൽ. ഓക്കെ, ഒരു അതിന്റെ പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നതിന് ഇക്വലന്റ് ആയിരിക്കും. ഓക്കെ, ഒരു ഐഡിയൽ കറന്റ് സോഴ്സ് നമുക്കുണ്ട്, അതിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോഴേക്കായിരിക്കും അത് ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എന്താണ് ഈ വോൾട്ടേജിൽ നിന്ന് ഈ ഒരു കറണ്ടിലേക്കുള്ള ഒരു മാറ്റമാണ്. അതായത് വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് എന്നുള്ളൊരു ഫോമിൽ നിന്ന് ഒരു കറന്റ് സോഴ്സിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് എന്നുള്ളൊരു മോഡിലേക്കായിരിക്കും നമ്മളത് മാറ്റുക. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തൊക്കെ വാല്യൂസ് ആണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്, ആ വോൾട്ടേജ് സോഴ്സിന്റെ സോഴ്സ് വോൾട്ടേജ്, ഓക്കെ, ആ വി എന്ന് പറയുന്ന വാല്യൂ, പിന്നെ ആ റെസിസ്റ്റൻസ് വാല്യൂ, സീരീസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഇന്റേണൽ റെസിസ്റ്റൻസ് വാല്യൂ, ഈ രണ്ടുമാണ് നമുക്ക് അറിയേണ്ടത്. ഇനി അതിനെ നമ്മൾ കറന്റ് സോഴ്സിലേക്ക് ആക്കുമ്പോഴത്തേക്കും അതിൽ കിട്ടുന്ന കറണ്ട് അല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ കിട്ടുന്ന കറണ്ട് അറിയാൻ എന്ത് ചെയ്യണം, ഈ വോൾട്ടേജ് സോഴ്സിൽ തന്നെയുള്ള സീരീസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ ആറും ആ വിയും, അപ്പോൾ ഈ വി ബൈ ആർ എന്നുള്ള വാല്യൂ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറണ്ട് ആയോ, നമുക്കറിയാം ഓംസ് ലോ വെച്ചിട്ട് വി ബൈ ആർ എന്ന് പറയുന്നത് കറണ്ട് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വോൾട്ടേജ് സോഴ്സ് ആണ്, അതിൽ നിന്നാണ് നമുക്ക് കറന്റ് സോഴ്സ് കാണേണ്ടത്. അപ്പോൾ ആ കറന്റ് സോഴ്സിന്റെ സോഴ്സ് കറന്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഈ വി ബൈ ആർ, നമ്മുടെ വോൾട്ടേജ് സോഴ്സിന്റെ സോഴ്സ് വോൾട്ടേജ് ബൈ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ഈ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന കറന്റ് സോഴ്സിന്റെ സോഴ്സ് കറന്റ് വാല്യൂ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ ഫിഗറിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഐ വിൽ ബി ഈക്വൽ ടു വി ബൈ ആർ. ഓക്കെ, ഇനി ഇതിന് പാരലൽ ആയിട്ടൊരു റെസിസ്റ്റൻസും കൂടെ നമുക്കിപ്പോൾ സോഴ്സ് കറണ്ട് കിട്ടി, അപ്പോൾ ആ വാല്യൂ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തു. ഇനി നമുക്കൊരു റെസിസ്റ്റൻസ് വാല്യൂ കൂടെ വേണം അതിന് പാരലൽ ആയിട്ട് ഉള്ളത്. ഓക്കെ, സോ അത് ഈ വാല്യൂ തന്നെയാണ് നമ്മുടെ വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ട് ഉണ്ടായിരുന്ന അതേ ഇന്റേണൽ റെസിസ്റ്റൻസ് വാല്യൂ തന്നെ ആയിരിക്കും നമ്മുടെ കറന്റ് സോഴ്സിന് പാരലൽ ആയിട്ട് വരിക. ആ റെസിസ്റ്റൻസിൽ മാറ്റമൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഈ വി ബൈ ആർ എത്രയാണോ വാല്യൂ വരുന്നത് അതാണ് നമ്മുടെ കറന്റ് സോഴ്സിന്റെ സോഴ്സ് കറന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, തിരിച്ചിതുപോലെ തന്നെ കറന്റ് സോഴ്സ് ടു വോൾട്ടേജ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ഒരു കറന്റ് സോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ കറന്റ് സോഴ്സ് തരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് തരിക, ഒരു ഐഡിയൽ കറന്റ് സോഴ്സ് ഉണ്ട്, അതിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസും അതിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും, ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് അതിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെയായിരിക്കും നമുക്ക് ഒരു കറന്റ് സോഴ്സ് തരിക. ഓക്കെ, ഒരു ഐഡിയൽ കറന്റ് സോഴ്സ് ഹാവിങ് റെസിസ്റ്റൻസ് പാരലൽ വിത്ത് ഇറ്റ്, അങ്ങനെയായിരിക്കും നമുക്കത് തരാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സിലേക്കാണ് ഇതിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സും ഉണ്ടാവും, അതിന് സീരീസ് ആയിട്ടൊരു റെസിസ്റ്റൻസും ഉണ്ടാവും. ആ ഒരു ഫോമിലേക്കായിരിക്കണം നമുക്ക് മാറ്റേണ്ടത്. ഒരു കറന്റ് സോഴ്സും അതിന് പാരലായിട്ടുള്ളൊരു എന്താണ് അതിന് പാരലായിട്ടുള്ള ഒരു റെസിസ്റ്റൻസും എന്നുള്ള രീതിയിൽ തന്നിട്ടുള്ളതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കേണ്ടത് ഒരു വോൾട്ടേജ് സോഴ്സും അതിന് സീരീസ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസുമായിട്ടായിരിക്കും നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നിരിക്കുന്നതിൽ കറന്റ് സോഴ്സിന് എന്താ ഒരു റെസിസ്റ്റൻസ് വാല്യൂവും ഉണ്ട്, അതിന്റെ സോഴ്സ് കറന്റ് വാല്യൂവും നമുക്ക് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് സോഴ്സിന്റെ എന്താണ് സോഴ്സ് വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഐയും ആറും നേരത്തെ ഓംസ് ലോ തന്നെ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുന്നു. ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്താണ്, വോൾട്ടേജ് തന്നെയാണ്. ഓക്കെ, കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ വോൾട്ടേജ് വില ഐ ഇൻറ്റു ആർ ചെയ്യുമ്പോഴത്തേക്ക് എന്താ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സിന്റെ സോഴ്സ് വോൾട്ടേജ് നമുക്ക് കിട്ടും. അത് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം, വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള രീതി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ
പാരലലി കണക്റ്റഡ് റെസിസ്റ്റൻസിന്റെ അതേ വാല്യൂ തന്നെ ആയിരിക്കും സീരീസ് കണക്റ്റഡ് വോൾട്ടേജ് സോഴ്സിലുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതേ വാല്യൂ തന്നെ ആയിരിക്കും, മാറ്റമൊന്നും വരുന്നുണ്ടാവില്ല. അത് തന്നെയാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുക. സോ ഈ ഒരു കാര്യം ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. കറണ്ട് സോഴ്സിൽ വരുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ വോൾട്ടേജിൽ നിന്ന് കറണ്ടിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ വി ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ് കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ തന്നിട്ടുള്ള വി ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ഐ എന്ന് പറയുന്നത്. അതേപോലെ എന്താണ്, കറണ്ട് വോൾട്ടേജ് സോഴ്സ് വരുമ്പോഴത്തേക്കും എന്താ ചെയ്യാം, ഐ നമുക്ക് തന്നിട്ടുണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഐ ഇൻറ്റു ആർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വാല്യൂ അതാണ് നമ്മളിവിടെ വി ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സോഴ്സ് ട്രാൻസ്ഫോർമേഷനിൽ കറണ്ട് ടു വോൾട്ടേജും വോൾട്ടേജ് ടു കറണ്ടും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതിയിരിക്കുന്ന ഒരു അനലോഗസ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നില്ല, നമ്മൾ വരച്ചിരിക്കുന്ന ഒരു ഫിഗർ ആണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരേ കാര്യം തന്നെയാണ്. വി തന്നിട്ടുണ്ട്, സീരീസ് ആയിട്ട് ഒരു ആർ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഇക്വലന്റ് ടു അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, ഈ ഒരു വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ട്. അപ്പോൾ അത് എന്താണ്, ഒരു കറണ്ട് സോഴ്സിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉള്ള അതേ റെസിസ്റ്റൻസ് തന്നെ പാരലൽ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ട് നമുക്ക് മാറ്റി എഴുതാം, അല്ലെങ്കിൽ നമുക്ക് മാറ്റി വരയ്ക്കാം. ഓക്കെ, എഴുതാമെന്നല്ല, വരയ്ക്കാമെന്നാണ്. കാരണം എന്താ, നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ വരുന്ന മാറ്റങ്ങളാണല്ലോ, അതിലാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻസ് വരുത്തുന്നത്. അപ്പോൾ ഈ വിയും ആറും വോൾട്ടേജ് കണക്റ്റഡ് ഇൻ സീരീസ് എന്നുള്ളതിന് നമുക്ക് കറണ്ട് കണക്റ്റഡ് ഇൻ പാരലൽ ടു റെസിസ്റ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി വരയ്ക്കാൻ പറ്റും. സോ ഇതാണ് നമ്മൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷനിൽ ചെയ്യുന്നത്. ഓക്കെ.